ഹായ്, വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. എന്താണ് എല്ലാവരും രാവിലെ സുഖമായിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ ഭക്ഷണം കഴിച്ചു, കുട്ടികൾ സ്കൂളിൽ പോയി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് പണിക്ക് ചോറായി കേട്ടോ. ചോറായി. കറികൾക്കുള്ള സാധനം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. എന്നൊക്കെ സാധനങ്ങൾ, ഇത് മാങ്ങാപ്പുളി, ഇത് കോവയ്ക്ക വെഴുക്കോട്ടെ, ഇത് 3 ഐറ്റംസ് ഇട്ടിട്ട് ഒരു ഉപ്പേരി അതും വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അത് തുടങ്ങാം, അതിനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു വീഡിയോ എടുത്തിട്ട് അടുക്കള പണിയിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെന്താ ഒരു കാപ്പിയൊക്കെ കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? കഴിച്ചു. ഇന്നലെ ഒരു യാത്ര ചെയ്ത ക്ഷീണം കൊണ്ട് അങ്ങനെ കാലൊക്കെ വേദനയായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ എന്താണ് കോയമ്പത്തൂർ പോണ വഴിക്ക് മധുക്കരയിൽ മധുക്കര ശ്രീ ധർമ്മ ശിവലിംഗ ക്ഷേത്രം, നല്ലൊരു അമ്പലം കേട്ടോ. അവിടെ പോയി അത് കാണാൻ പോയിട്ട് 900 പടികളുണ്ട് അവിടെ. ആ പടികളൊക്കെ കയറി മുകളിൽ ചെല്ലുമ്പോൾ എന്തോ ഒരു ഇതാണെന്നറിയാമോ? അവിടെ ആ മുകളിൽ ചെന്നിട്ട് നോക്കുമ്പോൾ കാണാൻ എന്തോ നല്ല കാറ്റും മലയും കെട്ടിടങ്ങളും വണ്ടികൾ പോണതും മനയുടെ ട്രെയിൻ പോണതും ഒക്കെ കാണാം. അമ്പലത്തിന് മുകളിൽ ചെല്ലുമ്പോൾ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു വലിയ മണിയൊക്കെ ഉണ്ട്, അത് കെട്ടിയെടുക്കാൻ. നല്ല അടിപൊളി ഒരു ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. പടികൾ 900 പടിയുണ്ട്. മെല്ലെ മെല്ലെ കയറിപ്പോൾ നല്ല പടിക്കെട്ടുകളൊക്കെയാണ്. അവിടെ പോയിട്ട് നല്ല ഒരു കാഴ്ചയാണ് കാണാനുണ്ടത്. പിന്നെ എന്താ നല്ലൊരു കാഴ്ച. ഞാനും ഇവിടുത്തെ അച്ഛനും ചേട്ടനും മക്കൾ 2 പേരും കൂടെ പോയി. നമ്മൾ ചെറിയൊരു കുടുംബം കേട്ടോ. നമ്മൾ 5 കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറി ഇറങ്ങി. ഈ വെയിലിന് മുന്നേ പോകണം കേട്ടോ. വെയിലിന് മുന്നേ പോയാലേ ഇല്ലെങ്കിൽ നല്ല തളർന്നു പോകും വെയിലൊക്കെ. അതിന് മുന്നേ പോയി ഇറങ്ങിയാൽ രാവിലെ പോകുമ്പോൾ നല്ലത്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പോവുക, അമ്പലം അടയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പോകാൻ താല്പര്യമുള്ളവർ പോവുക. നല്ലൊരു ഇതാണ്. എന്താ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനറിയില്ല. അത്രയ്ക്ക് നല്ലൊരു സിറ്റുവേഷനാണ്, നല്ലൊരു ഇതാണ്. പോയി കാണുക. പോകാത്തവരുണ്ടെങ്കിൽ പോവുക, അമ്പലത്തിൽ പോവുക, നന്നായിട്ട് കാണുക. നല്ലൊരു ശിവൻ്റെ ഒരു അമ്പലമാണ് അത്, പോയി കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ക്ഷീണമുണ്ട്, കാൽപ്പടവൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പടികൾ നല്ല കയറി ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു ഇതാണ്. പോവാൻ തോന്നും, പിന്നും പോവാൻ തോന്നുന്നുണ്ട് കേട്ടോ. പോയി കാണുക. അങ്ങനെ പോയിട്ട് കോയമ്പത്തൂർ പോയി റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ എന്താണ് ആ അമ്പലത്തിൽ പോവുക, എല്ലാവരും പോയി തൊഴുതിട്ടൊക്കെ വരിക. നല്ലൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് അത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ മാങ്ങ പുളി ഒഴിച്ചെറി വയ്ക്കാനുള്ള കഷ്ണമൊക്കെ ഇട്ട് അടുപ്പിലാട്ടോ വയ്ക്കുക. ഗ്യാസിൻ്റെ കാര്യമൊക്കെ പറയും. എനിക്ക് ഗ്യാസ് 1 മാസത്തേക്കൊന്നും തികയത്തില്ല കേട്ടോ. 3 നേരം അപ്പോഴപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ 3 ഗ്യാസൊന്നും തികയത്തില്ല. അപ്പോൾ ഏതായാലും 1 കുറ്റി കഴിഞ്ഞു, 1 കുറ്റി എടുത്ത് വെച്ച്. അപ്പോഴേക്കും ചോറും കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ തന്നെ വിറകടുപ്പിൽ തന്നെയാണ് വയ്ക്കുക. എന്നാലും 1 മാസം 1.5 മാസത്തിനാണ് തീരുക, അത്രയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ കിട്ടാനും ഇല്ലല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു വിഷമായി ഇരിക്കുകയാണ് ഗ്യാസിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. അടുത്ത ഒരു വീഡിയോയുമായി ഞങ്ങൾ വരാം. മറക്കണ്ട, ശ്രീ ശിവലിംഗ ധർമ്മൻ അമ്പലമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു അമ്പലമാണ്. പോയി കാണുക, പോയി വരിക. ബായ്.